ഡിന്നറിൻ്റെ സമയമായപ്പം ഉച്ചയ്ക്ക് നല്ല ഹെവിയായി കഴിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ സിമ്പിളായിട്ട് സാലഡും പിന്നെ ഫോൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫോലിൻ്റെ പ്ലാൻ ആദ്യമേ ഇല്ലേനു. ഞാൻ ആദ്യം സാലഡ് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് അത്യാവശ്യം ഹെവി ആയിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, ഇക്കാക്കും ലീനുവിനും വേണ്ടിയിട്ട് മാത്രം. ലീനുവിന് ഞാൻ സാലഡും നല്ല കൊടുക്കുന്നത്, അവൾക്ക് ഞാൻ റൈസ് വേറെ കൊടുക്കും. അതിന് ഞാൻ സാലഡ് ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് നല്ല ഫോലും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇക്ക വരുമ്പോൾ റൊട്ടി കൊണ്ടുവന്നോളും. ഞാൻ ഇതിലാണ് കേട്ടോ ഇങ്ങനെ സ്ട്രെഡ് ചെയ്യൽ സാലഡിന് വേണ്ടിയിട്ടാകുമ്പോൾ പെട്ടെന്ന് തീർന്നും ചെയ്തോളും. നല്ല തിന്നായിട്ട് നമുക്ക് സാലഡിൽ കഴിക്കാനും നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ അത് സാലഡിനുള്ളതൊക്കെ വേഗം ഷ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യാണ്. ഫുള്ളിനേക്ക് എനിക്ക് ഉള്ളി വേണം. ഉള്ളി ഞാൻ ഇപ്പം കട്ട് ചെയ്യാറേ ഇല്ല, ഇതിലിങ്ങനെ ചോപ്പ് ചെയ്യലാണ്. പിന്നെ വേറൊരു മെഷീനുണ്ട്, അതിലും ഞാൻ അങ്ങനെ പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്യലാണ് ചെയ്യുക. അതുകൊണ്ട് വേഗം പണിയും തീർന്നോളും, കണ്ണേരിയും ചെയ്യില്ല. ഈ ക്യാപ്പ് നല്ല യൂസാണ് കേട്ടോ. ഏതൊരു പാത്രത്തിനും നമുക്ക് ഫുഡ് ബാക്കിയുണ്ടെങ്കിൽ അതിൽ വേഗം മൂടി വെക്കുന്ന പകരം അങ്ങനെ ഇട്ടെടുത്താൽ മതി. പിന്നെ ഫുള്ളിലേക്കും വേണ്ടിയിട്ടും എനിക്ക് കുറച്ച് ഉള്ളി വേണേനും അത് ഞാൻ ഇതിൽ വേഗം ചോപ്പ് ചെയ്ത് പെട്ടെന്ന് പണി തീരും. ഇപ്പം ഞാൻ എടുക്കുന്ന ഫുള്ളിലേക്ക് എനിക്ക് കാര്യമായിട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഉള്ളി തന്നെ ശരിക്കും വേണ്ട, അതിലൊക്കെ ഉണ്ട് എന്നാണ്, റെഡി ടു ഈറ്റ് സാധനമാണ്. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തിട്ട് ലൈക്ക് ഉള്ളി ജസ്റ്റ് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആണല്ലോ. അതിൽ ഫുള്ളും എന്താ പറയുക, അരിഞ്ഞ ടൈപ്പിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അടുക്കൽ ഇനുവിന് വാട്ടർ വേണമെന്ന് പറഞ്ഞാൽ അവളെ ബോട്ടിലൊക്കെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒലീവ് ഓയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഉള്ളി ജസ്റ്റ് സോട്ട് ചെയ്യുക, പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പിടുക. ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇതിലെ ഉപ്പ് കറക്റ്റ് ചെയ്യുന്നു. ഞാൻ ഫസ്റ്റത്തെ അതിലെ കുറച്ച് ഓയിൽ ഞാൻ ഒഴിവാക്കി കളയുവേ, പിന്നത്താണ് ഞാനത് യൂസ് ചെയ്യുക. എനിക്ക് ഈ സാധനം വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഫൂല് വരുന്നത്. അതുകൊണ്ട് ഇതിൽ പിന്നെ ഗാർലിക്കും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ മസാല പൗഡേഴ്സോ ഒന്നും ഇട്ടിട്ടില്ല. ഇത് ജസ്റ്റ് ഇളക്കുക, നല്ലോണം സ്മാഷ് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്മാഷ് പരുവത്തിലാണ് ഇത് ഉണ്ടാക്കണ്ടേ. അത് കഴിഞ്ഞപ്പോൾ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു കാക്ക് ക്യാരറ്റ് ജ്യൂസ് വേണമെന്ന്. ഇപ്പം ക്യാരറ്റ് ജ്യൂസ് ഒക്കെ കുടിക്കാറുണ്ട് അത്യാവശ്യം. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ് കേട്ടോ. ഇത് ഫ്രഷ് ജ്യൂസ് ആയിട്ടാണ് കുടിക്കുക. ഞാൻ പുഴുങ്ങിയിട്ട് പാലൊക്കെ ഒഴിച്ചിട്ടാണ് കുടിക്കാറുള്ളത്. പക്ഷേ എനിക്കിത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാക്ക് മാത്രം അടിച്ചുണ്ടാക്കി. ഇതിൽ ഞാൻ അടിച്ചതിന് ശേഷം ലീനുവിൻ്റെ വിചാരം വേറെ എന്തോ ഓറഞ്ച് ജ്യൂസാന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ടേസ്റ്റ് ചെയ്തപ്പം അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ആകെ ഇതിൽ ക്യാരറ്റ് ജ്യൂസ് കുടിക്കലൊക്കെ മാത്രമാണ്. സംഭവം നല്ല ഹെൽത്തിയാണ്, നമ്മളെ സ്കിന്നിലൊക്കെ നല്ലതാണെന്നൊക്കെ പറയും. പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ സാലഡിന് വേണ്ടിയിട്ട് നാരങ്ങ പിഴിയാണ്. ഞാൻ കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് വിനെഗറൊക്കെ ഒഴിക്കലുണ്ട്. ഈ സാധനം ഭയങ്കര യൂസാണ് കേട്ടോ. ഈ കുരുകളൊന്നും വല്ലാണ്ട് നമ്മളെ നാരങ്ങൻ്റെ കുരുവൊന്നും അതിലേക്ക് വീയൂല. പക്ഷെ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് അതിൽ വല്ലാണ്ട് നീര് വരുന്നില്ല. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഞാനതൊരു ബോട്ടിലാക്കി. എനിക്ക് എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ തോന്നിയല്ലോ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുഡിൻ്റെ ബാക്കിയൊക്കെ വേഗം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച്